Good morning, friends. Today I am going to take the seminar on the topic Coulomb scattering. In order to study the nuclear reactions and structure of nucleus, we require scattering experiments. And one of the type of scattering is called Coulomb scattering. Due to the feature of charge distribution of nucleus, the Coulomb scattering is mainly performed. The Coulomb scattering is classified into two types, elastic Coulomb scattering and inelastic Coulomb scattering. An elastic Coulomb scattering is called Rutherford scattering, which led to the discovery of nucleus. And inelastic Coulomb scattering is called Coulomb excitation. And here we can see that it is a target which is assumed to be massive in order to fix the scattering center. And this is the particle which is approaching the target. And while reaching a certain distance, it gets scattered. And the angle is represented by scattering angle. An impact parameter is a perpendicular distance between the projectile and the target nucleus. ഇവിടെ നമ്മൾ ഒരു ഇൻകമിംഗ് പാർട്ടിക്കൽ ദാറ്റ് ഇസ് പ്രൊജക്ടൈൽ വരുമ്പോഴേക്കും ഒരു ഇൻകമിംഗ് പാർട്ടിക്കൽ വരുമ്പോഴേക്കും ആദ്യം ആ ഇൻകമിംഗ് പാർട്ടിക്കലിന് കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കൈനറ്റിക് എനർജി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ന്യൂക്ലിയസിനോട് അടുത്തടുത്തോട്ട് വരുമ്പോഴേക്കും ടാർജറ്റിനോട് ഈ കൈനറ്റിക് എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഒരു പ്രത്യേകതരം ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ഒരു അറ്റ് സർട്ടൻ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡിസ്റ്റൻറ്റ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, ആ ഡിസ്റ്റൻറ്റ് എത്തുമ്പോഴേക്കും ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് the kinetic energy gets converted to potential energy, and that distance is called distance of closest approach. അപ്പോൾ kinetic energy of incoming particle ആണ് half mv0 square and potential energy ആണ് 1/4πε0 z dash e square by d. At the distance of closest approach, ഈ tയും uം that is kinetic energy and potential energy almost equal ആവും. And the expression is given by half mv0 square plus 1/4 z dash e square by d. Here ze is the charge of projectile and z dash e is the charge of target and d is the distance of closest approach. നമുക്കിനി സ്കാറ്ററിംഗ് പ്രോസസ് കാണുന്നതിന് മുന്നേ നമുക്കൊരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കുളം സ്കാറ്ററിംഗ് നോക്കാം. ഒരു ടാർജറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ആ ടാർജറ്റ് ന്യൂക്ലിയസിലോട്ട് ഒരു പാർട്ടിക്കിൾ വരുന്നു. And the incoming particle is coming with a velocity of v. Initially, the potential energy of the particle is 0 and kinetic energy is half m v square, and the angular momentum is given by m v b. B is the impact parameter. And എപ്പോഴാണ് ഈ പാർട്ടിക്കിൾ നമ്മുടെ ഇമ്പാക്ട് പാരാമീറ്റർ 0, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴേക്കും ഇമ്പാക്ട് പാരാമീറ്റർ അപ്പം എന്തായിരിക്കും 0 ആയിരിക്കും. ആ ഒരു 0 ഓർ ക്ലോസ് ടു 0 ആയിരിക്കും. ആ സമയത്ത് ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫുള്ളി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ദാറ്റ് മീൻസ് അറ്റ് ഡിസ്റ്റൻസ് ഡി, ഈ ഒരു പോയിന്റിൽ നമ്മുടെ വി എന്ന് പറയുന്നത് ഇസെഡ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇസെഡ് ഇ സ്ക്വയർ ബൈ 4πε0 1/d, ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഓൾമോസ്റ്റ് 0. And at a certain distance, when the velocity becomes minimum, that distance is called r minimum. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും, കൈനറ്റിക് എനർജി ഉണ്ടാകും, and that is given by v is equal to z e square by 4πε0 1/r minimum, and kinetic energy is given by half m v minimum square, and the angular momentum is given by m v minimum into r minimum. ഇനി നമുക്ക് സ്കാറ്ററിംഗ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇതൊരു നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ ഡിറ്റക്ടറാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്ന രണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് ആണ്. ഒരെണ്ണം ബി എന്ന ഡിസ്റ്റൻസിലും മറ്റത് ബി പ്ലസ് ഡി ബി എന്ന ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബി എന്ന ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾ ദാറ്റ് മീൻസ് ഇമ്പാക്ട് പാരാമീറ്റർ കുറവാണ്. അപ്പോൾ ന്യൂക്ലിയസിനോട് കുറച്ചും കൂടി അടുത്തതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം വലിയൊരു ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യുന്നത്. നമുക്ക് ഈ ഫിഗർ തന്നെ കാണാൻ പറ്റും. ബി എന്ന ഡിസ്റ്റൻസിൽ വരുന്നു, എന്നിട്ട് ബി എന്ന ഡിസ്റ്റൻസിൽ വരുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആംഗിൾ ഇങ്ങനെ വലിയൊരു ആംഗിളിൽ പോകുന്നു. പക്ഷേ ഡി ബിയിലെ ഡിസ്റ്റൻസിൽ വരുന്ന പാർട്ടിക്കിളിന് ഇമ്പാക്ട് പാരാമീറ്റർ കൂടിയ കാരണം ബി പ്ലസ് ഡി ബി ആയ കാരണം സ്കാറ്ററിംഗ് ആംഗിൾ കുറവാണ്.
അപ്പോൾ നമുക്കറിയാം ബിയും ബി പ്ലസ് ഡി ബിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആംഗിൾ, സ്കാറ്ററിംഗ് ആംഗിൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി തീറ്റയാണ്. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയ അല്ലേ, ഈ കുഞ്ഞ ഏരിയ, ഈ ഏരിയയിൽ എത്ര പാർട്ടിക്കിൾസ് വന്ന് വീഴുന്നു. അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ 2πb ഇൻറ്റു ഡി ബി, ദാറ്റ് ഈസ് പെരിമീറ്റർ ഇൻറ്റു നമ്മുടെ ലെങ്ത് ഇൻറ്റു ഇത് ചെയ്യാൻ പോലെ ബ്രെഡ്ത്ത് ചെയ്താൽ പോലെ. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 2πb ഇൻറ്റു ഈ ഡി ബി, തിക്നെസ് ഡി ബി. അതാണ് ഈ റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു എക്സ്പ്രഷൻ 2πb ഡി ബി എന്ന് എഴുതിയേക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നിലോട്ട് നോക്കാം. ഇനി the particles with impact parameter b and b plus db are scattered into the angle between theta and d theta. N be the number of particles, number of nuclei per unit volume, and x be the thickness of the target. Targetന്റെ thickness ആണ് x എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ആനുലാർ റിങ്ങിൻ്റെ ഏരിയ എന്താണ്? 2πb db. ആ ഒരു ഏരിയയിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഡി എഫ് ആണ്, റെപ്രസെൻറ്റഡ് ബൈ ഡി എഫ്. ആൻഡ് ഡി എഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു ഏരിയ, ദറ്റ് ഇസ് എൻ എക്സ് ഇൻറ്റു 2πb db. ഇനി ദ ഫ്രാക്ഷൻ വിത്ത് ഇമ്പാക്ട് പാരാമീറ്റർ ലെസ് ദാൻ ബി. ലെസ് ദാൻ ബി എന്ന് പറയുന്നത് മറ്റേ ഈ ഒരു ഫിഗറിൽ ഈ ബീനേക്കാളും കുറവ്, ഈ ഒരു ബീനേക്കാളും ഈ ഒരു ഏരിയ മാത്രം പോരെ. അപ്പോൾ നമുക്ക് എൻ എക്സ് ഇൻറ്റു ഏരിയ, എന്തിൻ്റെ ഏരിയ? ബി എന്ന റിങ്ങിൻ്റെ ഏരിയ, ദറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. ഹിയർ ആർ ഇസ് കോൾഡ് ബി, അപ്പോൾ പൈ ബി സ്ക്വയർ. അപ്പോൾ എൻ എക്സ് പൈ ബി സ്ക്വയർ, അങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടായി. ഇമ്പാക്ട് പാരാമീറ്റർ ലെസ് ദാൻ ബി ഈസ് എൻ എക്സ് പൈ ബി സ്ക്വയർ. ആൻഡ് ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇഫ് ദ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു ബി എന്ന ഡിസ്റ്റൻസിലും ഈ ബി എന്ന ഡിസ്റ്റൻസിലും ഡി ബി എന്ന ഡിസ്റ്റൻസിലും ഈ നമ്മുടെ സ്കാറ്റർ ചെയ്യുന്ന ആംഗിൾ വ്യത്യാസമുണ്ട്. ബിയിലല്ല ആംഗിൾ കൂടുതൽ, ബി പ്ലസ് ഡി ബിയിലെ ആംഗിൾ എന്താണ്? കുറവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ 5 എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യണത് ദ പാർട്ടിക്കിൾസ് സ്കാറ്ററിങ് വിത്ത് എ ഇമ്പാക്ട് പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ തീറ്റ. തീറ്റനേക്കാളും കുറച്ചും കൂടി ആംഗിൾ സ്കാറ്റർ ചെയ്യുന്നതാണ് മറ്റേ എഫ് ഇസിക്കൽ ടു എൻ എക്സ് ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് പോയിന്റ് ന്യൂക്ലിയസ്, വരുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇങ്ങനെ വരുന്ന പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഉണ്ടാക്കുന്ന സ്കാറ്ററിംഗ് ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഹിയർ ആർ ഇസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ വെക്ടർ ആണ്. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഇതും നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുന്നത് ബൈസെക്ടർ ആണ് ബി എന്ന് പറയുന്നത്. ഹിയർ beta is the angle between the bisector and instantaneous vector r. That means ഇതിലെ ഈ ഒരു ഇതും ഈ ഒരു വെക്ടറും അതിൻ്റെ ബൈസെക്ടർ ആണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനാണ് ബൈസെക്ടർ, ഈ ഡോട്ടഡ് ലൈൻ. ഈ ബൈസെക്ടറും നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ വെക്ടറില്ലേ അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പി ഐ റെപ്രസെൻറ്റ്സ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ആൻഡ് പി എഫ് റെപ്രസെൻറ്റ്സ് ദി ഫൈനൽ മൊമെൻറ്റം. ഇനി ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയ കാരണം അവിടെ എനർജി ട്രാൻസ്ഫർ ഒന്നും ഇല്ല. അപ്പം നമ്മുടെ ഈ ഒരു ഡയഗ്രാം തന്നെ ഇച്ചിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വെച്ചേക്കാം. പി ഐ അതാണ് ഇവിടുത്തെ ഈ പി ഐ എന്ന് പറയുന്നത്. ഇനീഷ്യലി mv0 ആയിരുന്നു. പി എഫ് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്ത കാരണം സെയിം തന്നെ ആയിരിക്കും, മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ mv0 തന്നെ, ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് ഈ ഡെൽറ്റ പി. ഈ ഡെൽറ്റ പി ആണ് നമ്മളിവിടെ ഡോട്ടഡ് ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തില്ലേ, അത് ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇനി ഞാൻ പറഞ്ഞു ഈ ആംഗിൾ ബീറ്റ് ചെയ്യണം. ഈ ആംഗിൾ എത്രയാണ്? തീറ്റ. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ പൈ മൈനസ് തീറ്റ. എന്താണ് പൈ മൈനസ് തീറ്റ? അതിൽ ഈ ഇതിൽ ബൈസെക്ടർ അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ പൈ മൈനസ് തീറ്റ ബൈ 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ പൈ മൈനസ് തീറ്റ ബൈ 2. ഓക്കെ അല്ലേ? ഇത്രയും അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ആംഗിൾ പൈ മൈനസ് തീറ്റ ബൈ 2. അപ്പോൾ ഇപ്പുറത്തെ ആംഗിളും പൈ മൈനസ് തീറ്റ ബൈ 2 തന്നെ. ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ബൈസെക്ടർ. പാരലോഗ്രാം ലോ വെച്ച റിസൾട്ടൻ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു അന്ന് അറിയുമ്പോഴേക്കും, അപ്പോൾ ഇത് പൈ മൈനസ് തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം കോസ് തീറ്റ. ബിക്കോസ് നമുക്ക് അഡ്ജസൻറ്റ് കണ്ടുപിടിക്കണം ആൻഡ് നമ്മുടെ ഹൈപ്പോട്ടൻസ് നമുക്കറിയാം. അപ്പോൾ കോസ് തീറ്റ ബൈ 2. കോസ് തീറ്റ ബൈ 2 എന്തായിരിക്കും? mv0 സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടി. കോസ് തീറ്റ ബൈ 2 ആണ്.
അപ്പോൾ ഇവിടെ കോസ് തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ എന്താണ് ഹൈപ്പോട്ടീനസ്. അഡ്ജസൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം ബൈ ഹൈപ്പോട്ടീനസ്. അപ്പോൾ അഡ്ജസൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഹൈപ്പോട്ടീനസ് ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ പൈ മൈനസ് തീറ്റ ബൈ 2 അല്ലേ? അപ്പോൾ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആയിട്ട് മാറും. അങ്ങനെ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് MV0 സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടിയത്. ഇനി ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഇതേപോലെ നമുക്ക് പാരലോഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു പാരലോഗ്രാം നമുക്ക് ഇതിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ പാരലോഗ്രാം എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ വരച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ ഈ ഡിസ്റ്റൻസും എന്നാണ് സെയിം ആണ്. അപ്പോൾ ടോട്ടൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് 2MV0 സൈൻ തീറ്റ ബൈ 2. അതാണ് ടോട്ടൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. ഇനി അപ്പോൾ ലീനിയർ മൊമെന്റം ചേഞ്ചസ് ഓൺലി ഇൻ ഡയറക്ഷൻ ബട്ട് നോട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ കണ്ടു. അതിൻ്റെ ഡെൽറ്റ പിയുടെ ഫോർമുലയാണ് 2MV0 സൈൻ തീറ്റ ബൈ 2 എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ F is equal to dp by dt. അപ്പോൾ നമുക്ക് ഈ ന്യൂട്ടൺസ് ലോയിൽ കൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? dp കണ്ടുപിടിക്കാം, ഡെൽറ്റ പി. ഇക്വേഷൻ 6 പോലെ തന്നെ വേറെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ dp is equal to F into ഡെൽറ്റ ടി. നമുക്കറിയാം ഡെൽറ്റ ടി, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. അപ്പോൾ ഡെൽറ്റ പി കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ ഡി പി എന്ന് പറയുമ്പോൾ F into dt. സിൻസ് വി നോ ദാറ്റ് F is equal to എന്താണ്? F into dt ആണ്. അപ്പോൾ z ഡാഷ് ഇ സ്ക്വയർ ബൈ 4π0 എന്താണ് നമ്മുടെ 1/r² ആണ്. അപ്പോൾ 1/r², ഫോഴ്സിൻ്റെ ഫോർമുല dt/r². പിന്നെ F.dt എന്ന് പറയുന്നത് കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് വെക്ടറും ഇതും. അപ്പോൾ കോസ് ബീറ്റ എന്ന് എഴുതി നമ്മളിവിടെ. ഹിയർ ബീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ബൈസെക്ടർ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേഡിയസ് വെക്ടർ r. ഇനി t0 ആകുമ്പോഴേക്കും ബീറ്റയ്ക്ക് ലിമിറ്റ് ഉണ്ട്. t0 ആകുമ്പോൾ ലിമിറ്റ് ഉണ്ട്, t ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ t0 ആകുമ്പോൾ ബീറ്റയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് -12 π/2 ആൻഡ് t ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു π - θ/2. അപ്പോൾ ഈ ലിമിറ്റോട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക ഇക്വേഷൻ 8. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? ഈ ഒരു ടേമിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വെക്ടർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. പൊസിഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വെക്ടറിനെ നമുക്ക് റേഡിയൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റിൻ്റെ ഒരു സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് v is equal to dr/dt r cap plus r dβ/dt beta cap. ഹിയർ r ആൻഡ് ബീറ്റ, r ക്യാപ്പും ബീറ്റ ക്യാപ്പും എന്ന് പറയുന്നത്, r ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് റേഡിയൽ ഡയറക്ഷൻ ആൻഡ് ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെന്റത്തിൻ്റെ ഫോർമുല L is equal to m into r cross v. അപ്പോൾ r cross v എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ 9. അത് എഴുതുമ്പോഴേക്ക് r cross r എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം ഇല്ല. അപ്പോൾ m r² പിന്നെ എന്താണ്? dβ/dt എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ആംഗുലർ മൊമെന്റം ആകെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആണ്. റേഡിയൽ കമ്പോണൻറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദി ആംഗുലർ മൊമെന്റം. ഇത് ഇക്വേഷൻ നമ്പർ 10. ഇനി സിമിലർലി ദ ആംഗുലർ മൊമെന്റം ഓഫ് ദി, നമ്മൾ പറഞ്ഞു ലീനിയർ മൊമെന്റം കൺസേർവ് പോലെ തന്നെ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ MV0 ബീറ്റ എന്ന് പറയുന്നത് mr² d ഇക്വേഷൻ 10 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. അപ്പോൾ mm വെട്ടിപ്പോയി. അപ്പോൾ dt/dr, ഈ dt ഇങ്ങോട്ട് എടുത്തു. dt/r² is equal to എന്ത് കിട്ടി? dβ/v0 b എന്ന് കിട്ടി. ഈ dt/r² ഈ വാല്യൂവിൽ നമ്മുടെ ഈ എക്സ്പ്രഷനിലോട്ട് ഈ dt/r² ഉണ്ടോ ഇവിടെ കൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? dβ/v0b cos ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ v0b കോൺസ്റ്റന്റ് കാരണം നമ്മൾ എന്ത് ചെയ്തു? പുറത്തോട്ട് എടുത്തു. അപ്പോൾ cos ബീറ്റ എന്ത് കിട്ടി? dβ. ലിമിറ്റ്സ് നമുക്കറിയാം, -12 π/θ, π - θയും +12 π + θ. കോസ് ബീറ്റയുടെ എന്താണ് നമ്മുടെ ഇൻ്റഗ്രലാണ് സൈൻ ബീറ്റ. പിന്നെ ലിമിറ്റ് കൊടുത്തു, റൈറ്റ് നമ്മുടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് cos θ/2 + cos θ/2, അപ്പോൾ 2 cos θ/2 എന്ന് കിട്ടി. ആ 2യും ഇവിടുത്തെ 4ഉം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് cos θ/2. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡെൽറ്റ പി. ഈ ഡെൽറ്റ പിയും നമ്മൾ നേരത്തെ ഒരു ഇത് വെച്ച് കണ്ടുപിടിച്ചില്ലായിരുന്നു. ഈ ഡെൽറ്റ പി രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തപ്പോഴേക്കും
എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് തീറ്റ ബൈ 2 എടുത്തന്നെ വെച്ചു, ഈ സൈൻ തീറ്റ ഇങ്ങോട്ട് എടുത്തു ഡിനോമിനേറ്ററിൽ, എന്നിട്ട് ഈ ഒരു ടേംസ് മൊത്തം അങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ കിട്ടിയതാണ് കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 ഇസിക്കൽ ടു 4 പൈ എപ്സിലോൺ 0 ബി 0 സ്ക്വയർ എം ബി ബൈ ഇസഡ് ഇസഡ് ഡാഷ് ഇ സ്ക്വയർ എന്ന് കിട്ടി. അതിൽ ബി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി 4 പൈ എപ്സിലോൺ 0 ഇസഡ് ഇസഡ് ഡാഷ് ഇ സ്ക്വയർ എം ബി 0 സ്ക്വയർ മാറ്റി വെച്ചു. അതിൽ ഈ ടേം, ഈ ഒരു ടേമിനെ 2 ബൈ ഡി എന്ന് കിട്ടും. ഈ ഒരു ടേമിന് എന്ത് ചെയ്തു, ഈ ഒരു ഫുൾ ടേമില്ലേ ആ ഫുൾ ടേമിന് 2 ബൈ ഡി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് കിട്ടും. ഇക്വേഷൻ 3 വെച്ച് നമ്മുടെ ഇതിൻ്റെ എക്സ്പ്രഷൻ ഇല്ലേ, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോട്ട് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ബി ഇൻറ്റു 2 ബൈ ഡി എന്ന് കിട്ടി. അപ്പോൾ ബി എന്ത് കിട്ടും, ഡി ബൈ 2 കോട്ട് തീറ്റ എന്ന് കിട്ടി. ഇനി ഈ ബിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഒരു ഫോമുല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഇതിവിടെ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ത്രൂ ആൻ ആനുലർ റിംഗ്, അവിടെ ഈ ബിയുടെയും ഡി ബിയുടെയും പൊസിഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കും ആ ടേംസ് ഒക്കെ. അപ്പം എൻ എക്സ് 2 ബൈ ബി, അപ്പം ഡി ബി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഡി ബി എന്ന് പറഞ്ഞാൽ ഡി ബൈ 2 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് കോട്ട് തീറ്റ മൈനസ് കൊസീക് സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു 1 ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ബി ആൻഡ് ഡി ബി ഇൻ ദ അബോവ് ഇക്വേഷൻ. അപ്പം മൈനസ് എൻ എക്സ് 2 പൈ ബി എന്നാണ് ഡി ബൈ 2 കോട്ട് തീറ്റ പ്ലസ് ഡി ബൈ 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു 1 ബൈ 2. ആ 2യും ഈ 2യും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ കിട്ടിയ എക്സ്പ്രഷനാണ് ഡി എഫ് ഇസിക്കൽ ടു പൈ എൻ എക്സ് ഡി സ്ക്വയർ ബൈ 4 കോട്ട് തീറ്റ ബൈ 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ 2. And here we only require the magnitude of the magnitude മാത്രം മതി. അതുകൊണ്ട് നമ്മൾ മോഡുലസ് ഓഫ് ഡി എഫ് ഇസിക്കൽ ടു പൈ എൻ എക്സ് ഡി സ്ക്വയർ ബൈ 4 കോട്ട് തീറ്റ ബൈ 2 കൊസീക് സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് കിട്ടി. ഇനി ആർ തീറ്റ ഫൈ എന്ന് പറയുന്നത് റേറ്റ് അറ്റ് വിച്ച് ദ പാർട്ടിക്കിൾ റീച്ചസ് ദ റിംഗ് പെർ യൂണിറ്റ് സോൾഡ് ആംഗിൾ. ആർ തീറ്റ എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് ആംഗിൾ, ആ യൂണിറ്റ് സോൾഡ് ആംഗിൾ ഡി ഒമേഗയിൽ കയറുന്ന പാർട്ടിക്കിൾസിൻ്റെ എന്താണ് എണ്ണം, റേറ്റ്. ആൻഡ് ആ റേറ്റിൻ്റെ ഫോമുലയാണ് ആർ തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു ഐ എ മോഡുലസ് ഓഫ് ഡി എഫ് ബൈ ഡി ഒമേഗ ബൈ 4 പൈ. ഇവിടെ ഐ എ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ്, ആ ടാർജറ്റിൽ വീഴുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും, ഐ എ ഡി എഫ് എന്ന് പറയുന്നത്, ഡി എഫ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബി ആൻഡ് ബി പ്ലസ് ഡി ബി അല്ലേ, ആ ഒരു റേഞ്ചിൽ പാർട്ടിക്കിൾസിൻ്റെ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് എൻട്രിങ് എന്താണ് ഫോളിങ് ബിറ്റ്വീൻ ബി ആൻഡ് ബി പ്ലസ് ഡി ബി. സോളിഡ് ആംഗിൾ ഡി ഒമേഗ ഇസ് ഗിവൺ ബൈ 2 പൈ സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ഇസഡ് ഇസഡ് ഡാഷ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 the whole square 1 by 4 ta the whole square into 1 by sine square theta by 2. And this is the expression for Rutherford scattering and also known as Rutherford scattering cross section. And this Rutherford scattering led to the discovery of existence of nucleus. ഇത്രയും നേരം നമ്മൾ ഇലാസ്റ്റിക് കുളം സ്കാറ്ററിങ്ങിനെ പറ്റി മാത്രമേ നോക്കിയുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് പിന്നെ ഒരു കേസും കൂടി നമ്മൾ പറഞ്ഞിരുന്നു, ഇൻഇലാസ്റ്റിക് കുളം സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ ഒന്ന് പറയാം. ഇൻഇലാസ്റ്റിക് കുളം സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് കുളം എക്സൈറ്റേഷനാണ്. കുളം എക്സൈറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ന്യൂക്ലിയസ് മീൻസ് ഒരു ടാർജറ്റ് പാർട്ടിക്കിൾസ് ന്യൂക്ലിയസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കും ആ ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. പക്ഷേ പെട്ടെന്ന് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും ഡീകേ ചെയ്തിട്ട് ഗാമ റേസ് എമിറ്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. സ്കാറ്ററിങ് അല്ലാണ്ട് അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം ഒരു പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ എബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് വെർച്വൽ ഫോട്ടോൺസ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോസസ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്സൈറ്റഡ് 2+ സ്റ്റേറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് 0ൽ നിന്ന് 2ലേക്ക് പോകാനോ അല്ലെങ്കിൽ 2 അപ്പോൾ ദാറ്റ് മീൻസ് ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ടാണ് ഹയർ ലെവലിലോട്ട് പോകുന്നത്, എമിറ്റ് ചെയ്തിട്ട് ലോവർ ലെവലിലോട്ട് പോകും. അപ്പോൾ ഫോട്ടോൺ അബ്സോർപ്ഷൻ പ്രോബിലിറ്റിയും ഫോട്ടോൺ എമിഷൻ പ്രോബിലിറ്റിയും സെയിം തന്നെയാണ്. ഈ കുളം എക്സൈറ്റേഷൻ പ്രോബിലിറ്റി നമുക്കറിയാമെങ്കിൽ നമുക്കൊരു +2 സ്റ്റേറ്റ്സിൻ്റെ ഒരു ഹാഫ് ലൈഫ് ടൈം പീരീഡ് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുറേ യൂസസ് ഉണ്ട്. ആ യൂസസ് ഒന്നും പറയുന്നില്ല ഞാൻ, അത്ര ഭയങ്കര ബ്രീഫായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വേറൊരു കേസ് ഉണ്ട്, വരുന്ന പാർട്ടിക്കിൾസിൻ്റെ നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിന് എനർജി വളരെയധികം കൂടുതലാണെങ്കിൽ ഈ നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഒന്നും എത്തില്ല. മീൻസ് അത് മറ്റേ ആ ഒരു സർട്ടൺ ഡിസ്റ്റൻസിലോട്ട് വരുമ്പോൾ അവിടെ ന്യൂക്ലിയർ ഫോഴ്സും കൂടി അവിടെ വരും. അപ്പം ആ സമയത്ത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സിലെ നമ്മുടെ
ഒരു കേസ് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ആസ് വി ഇൻക്രീസ് ദ എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ we will eventually reach a point, that means where the distance of closest approach decreases to the nuclear radius. That means ഈ distance of closest approachനേക്കാളും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകും, and that is the point of nuclear radius. അപ്പോൾ ആ ഒരു പോയിന്റിലോട്ട് എത്തുമ്പോഴേക്കും ആ ഒരു പാർട്ടിക്കിളിന് ഈ കുളം ഫോഴ്സ് അല്ലാണ്ട് ഒരു ഫോഴ്സും കൂടി വരും. അതിനെ പറയുന്ന പേരാണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എനർജി കൂടിക്കഴിഞ്ഞാൽ ഈ റൂദർഫോർഡ് സ്കാറ്ററിംഗ് അവിടെ ഫെയിൽ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഈ കുളം ഫോഴ്സ് അല്ലാണ്ട് അവിടെ വേറൊരു ഫോഴ്സും കൂടി ന്യൂക്ലിയർ ഫോഴ്സ്, അപ്പോൾ മറ്റേ എക്സ്പ്രഷൻസ് കുറച്ചും കൂടി കോംപ്ലക്സ് ആകും. അപ്പോൾ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ റൂദർഫോർഡ് ഫോർമുല ഫെയിൽസ് ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് കോൾഡ്, ദാറ്റ് ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ റേഡിയസ്. അത്രയേ ഉള്ളൂ കുളം സ്കാറ്ററിംഗ് എന്ന ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. Thank you.